തുടക്കം കുറിച്ച സമയത്ത് കണ്ടെത്തിയത് കൊണ്ടാണ് തിരിച്ചു വന്നത്. എന്നാൽ കേട്ടോളൂ, തീവ്രമായി അടിമപ്പെട്ടാൽ തിരിച്ചു വരാൻ പറ്റൂല. ഇതെന്തിനാ ഞാൻ പറയണമെന്ന് അറിയോ? ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. അത് വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും. അതിനു വേണ്ടി മാത്രം പറയാം. തിരിച്ചു വന്നവരൊക്കെ ഉണ്ട്, വളരെ ചുരുക്കം പേരുണ്ട്. ഞാൻ 26 കൊല്ലത്തിനിടയിൽ എൻ്റെ അനുഭവത്തിൽ വിരലിലെണ്ണാവുന്ന അത്ര പേരെ തീവ്രമായി അടിമപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. തുടക്കം കുറിച്ച ആൾക്കാരെ എത്രയോ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, 100,000 പേര് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ തീവ്രമായി അടിമപ്പെട്ടാൽ പ്രയാസമാണ്. തിരിച്ചു വന്ന ഒരാളെ കുറിച്ച് പറയാം. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വളാഞ്ചേരി വെച്ച് ഒരു ആളെ പിടിച്ചതാണ്. നല്ല ചെറുപ്പക്കാരനാണ്. ആൾ ഒരു മൊബൈൽ ഫോണിൽ വിളിച്ചു. ആ വിളിച്ച സമയത്ത് ഞങ്ങൾ പഴയ പോലെ ടെക്നിക്ക് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ കോട്ടയ്ക്കൽ ആ ബാറിൻ്റെ മുന്നിൽ അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം സാധനം എന്ന് പറഞ്ഞു ഫോണിൽ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചു. വീണ്ടും വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ഫോണ് പൊത്തിപ്പിടിച്ച്, കാരണം ചിലപ്പോൾ ശബ്ദം മാറിപ്പോയാൽ പണി പാളിപ്പോയല്ലോ. അതുകൊണ്ട് ഫോണിൽ പൊത്തിപ്പിടിച്ച് ഞങ്ങൾ ചോദിച്ചു എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇന്നാളെ എനിക്ക് തന്നില്ല ചപ്പ് സാധനം, അതൊന്നും പറ്റില്ല കേട്ടോ, നല്ല സാധനം വേണം. അപ്പോൾ അതേ ഭാഷയിൽ ഞാനാ ഫോണെടുത്ത് മറുപടി പറഞ്ഞു, അല്ല ചങ്ങായെ അനക്കെന്തെങ്കിലും ഞാൻ ചപ്പ് സാധനം കണ്ടിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ ഈ സാധനമുള്ളൂ, അത് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് എൻ്റെ കച്ചവടം ഒന്നും വേണ്ട, ഇത് വന്ന വഴിക്കാണ് തിരിച്ചു പോയിക്കോ, ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുക. ഞാൻ അങ്ങനെ കത്തി കയറി പോവുക. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കയ്യിൽ ഏത് സാധനമായാലും വേണ്ടില്ല, എനിക്കുള്ള സാധനം അവിടെ മാറ്റി വെച്ച് ബാക്കി വിറ്റാൽ മതി, ഞാൻ വരാം, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ വരികയാണെങ്കിൽ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു. ഈ കോട്ടയ്ക്കൽ ആ ബാറിൻ്റെ മുന്നിൽ ഞങ്ങൾ പോയി നിൽക്കുക. ഞങ്ങൾ 2 പേരുള്ളൂ. ലുങ്കി കൊടുത്തിട്ടാണ് കേട്ടോ, ലുങ്കി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ തിരക്കിനിടയിൽ നിന്ന് ഈ ആളെ കിട്ടാൻ പ്രയാസമല്ലേ. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ പലരും ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്ത ആൾ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് കട്ട് ചെയ്ത് ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ ഈ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഇവനാണോ വിളിച്ചേ? ഇവനാണോ ചപ്പ് സാധനം പറ്റൂല എന്ന് പറഞ്ഞേ? കാരണം ഞാൻ നേരത്തെ പെൻഡിങ് വെച്ചൊരു കാര്യമുണ്ട്. സാധാരണ ലഹരി മരുന്നിന് അടിമപ്പെട്ട ആൾക്കാർക്ക് ചില പ്രത്യേകതകൾ കാണാറുണ്ട്. ആ പ്രത്യേകതകൾ പറയുമ്പോൾ എല്ലാവരും അതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് മുഴുവൻ കേട്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവാറും ആൾക്കാർ നനയ്ക്കില്ല, കുളിക്കില്ല, പല്ല് തേക്കില്ല, ദൈനംദിന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. മുടിയൊക്കെ കൂടെ ഇങ്ങനെ കുളിക്കാതെ, മുടിയൊക്കെ വെട്ടാതെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ചേന മുളച്ചിക്കണമായിരിക്കും നിൽക്കും എന്ന് വിചാരിച്ച് മുടി വളർത്തുന്ന എല്ലാവരും കുഴപ്പക്കാരാണ് എന്നാണോ? ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ എൻ്റെ മനസ്സിലൊക്കെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ലഹരി മരുന്നിന് അടിമപ്പെട്ട് വരുന്ന ആൾക്കാർ ഇതേപോലെ മുടി ഇങ്ങനെ ഉണ്ടാവും, പാൻറ്റ് ഊരിപ്പോയിട്ട് ഇവിടെ ഉണ്ടാവും, പാൻറ്റ് ഇവിടെ കിടക്കുക ഊരിപ്പോയിട്ട്, എല്ലാം കാണാൻ പാടില്ല എന്ന് പറഞ്ഞ എല്ലാ നാട്ടുകാർക്ക് കാണിച്ചിട്ടാണ് പോവുക. പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് തലങ്ങ് വലും കെട്ടിട്ടുണ്ടാവും, ബോധം ഉണ്ടാവില്ല, അത് ഇടാനുള്ള ബോധമൊന്നുമില്ല. ചിലവർ കണ്ണ് എഴുതിയിട്ടുണ്ടാവും, സുറുമ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ മുടി വളർത്തിയ ആൾക്കാരെ കണ്ട പലപ്പോഴും നമുക്ക് സംശയം തോന്നും. ഇങ്ങനെ പട്രോളിങ് പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് നിർത്തിയിടാ മോനെ ഇവിടെ വാ, സംശയമാണ്. അപ്പോൾ നോക്കും, അപ്പോൾ തപ്പി നോക്കും പോലും നല്ല കുട്ടികളൊക്കെ ആയിരിക്കാം. മനസ്സിലിത് കിടക്കില്ല ഈ മുടി വളർത്തുന്നവരൊക്കെ കുഴപ്പക്കാരാണെന്ന്. പക്ഷേ ഇപ്പം എൻ്റെ മോൻ തന്നെ ഇടയ്ക്ക് ഏകദേശം ഇതുപോലെ അത്രത്തോളൊന്നും ഇല്ലെങ്കിലും മുടി വളർത്തി വരുമ്പോൾ ഞാൻ പറയടാ മര്യാദയ്ക്ക് പോയി മുടി വെട്ടറ എന്ന് പറയുമ്പോൾ മോൻ പറയും, അച്ഛനെന്തിൻ്റെ കുഴപ്പമാണ്? ആദ്യം അച്ഛൻ്റെ മനസ്സിലുള്ള ഈ മനോഭാവമാണ് മാറ്റ്. ഇങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും കുഴപ്പക്കാരാണ് എന്ന മനോഭാവം മാറ്റി എന്ന് പറയും. പക്ഷെ ഇത് മനസ്സ് കിടക്കുകയാണല്ലോ. പക്ഷെ അത് മാറ്റിയത് എപ്പോഴാണെന്നറിയോ? അവരെല്ലാവരും കുഴപ്പക്കാരല്ല എന്ന ആ സങ്കല്പം മാറ്റിയത് 2018 ശക്തമായ പ്രളയം വന്ന് ഓർമ്മയുണ്ടല്ലോ. എനിക്കൊക്കെ ഡ്യൂട്ടി ഭാരതപ്പുഴയുടെ പക്കത്ത് നരിപ്പറമ്പ്, പൊന്നാനി നരിപ്പറമ്പിലായിരുന്നു ഡ്യൂട്ടി. പോലീസിൻ്റെ കൂടെ ഞങ്ങൾ എക്സൈസുകാരും ഡ്യൂട്ടിക്കുണ്ട്. ഭാരതപ്പുഴ കര കവിഞ്ഞൊഴുകി നരിപ്പറമ്പ് അങ്ങാടി മുഴുവൻ വെള്ളത്തിലാണ്. കരയേത്, കടലേത്, പുഴയേത് എന്നൊന്നും തിരിച്ചറിയാതെ ശക്തമായ വെള്ളപ്പൊക്കം. 1.5 കിലോമീറ്റർ വീതിയുണ്ട് പുഴയ്ക്ക് അവിടെ. അക്കരെ നിൽക്കുന്ന മരങ്ങൾ ഇക്കരെ വന്ന് കടപഴകി ഒഴുകി വീടിൻ്റെ മുകളിലൊക്കെയാണ് മരം കിടക്കണേ. ഈ തോണിയിലൊക്കെ ആൾക്കാർ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ചില ഒഴുക്ക് വരുമ്പോൾ ഞങ്ങൾ പോലും ഒന്ന് പേടിച്ച് പോണ സാഹചര്യം. മനുഷ്യന്മാരാണല്ലോ, പുറത്ത് കാണിക്കില്ലെങ്കിലും വലിയ ഒഴുക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ പേടി വരില്ലേ? നമ്മൾ പോലും ഒന്ന് പേടിച്ച് പോകുന്ന ആ സന്ദർഭത്തിൽ ഇതുപോലെ മുടി വളർത്തിയ കുറെ ആൺകുട്ടികൾ വന്നിട്ടാണ് ജീവൻ പണയം വെച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചില കുറ്റിയും കുളത്തൊക്കെയുള്ള ജീപ്പിലെ വന്നേ, തേളിൻ്റെ മാതിരി ജീപ്പ്, ഒരു ടയർ ഇങ്ങനെ, അതൊക്കെ നിയമവിരുദ്ധമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അവിടെ വന്ന കുട്ടികൾ എങ്ങനെ മുടി വളർത്തട്ടെ, അവിടെ വന്ന കുട്ടികളൊക്കെ യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത നല്ല ഒന്നാം തരം തെളിഞ്ഞ മനസ്സുള്ള കുട്ടികളായിരുന്നു.
അതാണ്. പക്ഷെ നമ്മുടെ മുന്നിലെത്തി ഈ വന്ന് വരുന്നതൊക്കെ ഭ്രാന്തന്മാരാ. ഇതാ വ്യത്യാസം. അപ്പൊ ഇവനെ വിളിച്ചപ്പോ ചെറുപ്പക്കാർ കേട്ടോളൂ, മുടി എങ്ങനെയും വളർത്താം ഈ പ്രായത്തിലൊക്കെ ആവാം. അപ്പൊ എനിക്ക് നല്ല പൂതിയുണ്ട്, നല്ല മുടി വളർത്തണം എന്നൊക്കെ. നടക്കുമോ? പോലീസുകാരനാണ്, ഇത് വളർത്തിയ പണിക്ക് എല്ലാം പറ്റൂല. അപ്പൊ എന്റെ ജോലി ചെയ്യണമെങ്കിൽ മുടി വെട്ടിയേ പറ്റൂ. റിട്ടയർ ചെയ്തിട്ട് വേണം മുടിയൊക്കെ ഒന്ന് വളർത്തണം, കൈമ റിങ് ഇടണം, ഒരു കടുക്കം കാതിലിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. റിട്ടയർ ചെയ്തിട്ട് കാത്തിക്കുക. പക്ഷെ ഇതിൽ നിൽക്കുമ്പോൾ അത് പറ്റൂല. അതുപോലെ ചെറുപ്പക്കാർ ഓർത്തോളൂ, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ, അവിടെ ഈ കോലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ അപ്പത്തിന് അടിയിൽ ഒരു മാർക്ക് വീഴും, നമുക്ക് സെലക്ഷൻ കിട്ടൂല. അപ്പോൾ നല്ലൊരു ജോലിക്ക് പോകണമെങ്കിൽ, നല്ലൊരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ, ഒരു കോഴ്സിൽ അഡ്മിഷന് പോകണമെങ്കിൽ നന്നായി മുടിയൊക്കെ വെട്ടി നല്ല ജെന്റിൽ ലുക്കിൽ നല്ല ഡ്രസ്സ് ചെയ്ത് പോയാലേ നമുക്കത് കിട്ടൂ എന്ന് ഒന്ന് ഓർക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ അവകാശങ്ങളുടെ മുകളിലൊന്നും ഞാൻ എതിരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഓർക്കുക, ഇത് ഓർക്കണം, മനസ്സിൽ വേണം. എന്തായാലും ഒരാൾ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരനാണ്, ഇവൻ നല്ല ജെന്റിൽ ലുക്കാണ് കാണാൻ. ഞങ്ങൾ ചെന്നു, ഈ കോളറിൽ പതുക്കണ് പിടിച്ചിട്ട് ചെവി പറഞ്ഞു, ഒച്ചയും വിളി ഉണ്ടാക്കണ്ട, പുതിയ കുട്ടികളുടെ ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയിൽ പറഞ്ഞു, സീൻ ഉണ്ടാക്കണ്ട, പതുക്കണ് പോരെ, ഞങ്ങൾ എക്സൈസുകാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഓൻ വിറയ്ക്കാൻ തുടങ്ങി. നേരെ അപ്പുറത്ത് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ജീപ്പുണ്ട്, ആ ജീപ്പിനകത്ത് അവന് കയറ്റിയിരുത്തിയപ്പോൾ ഞങ്ങളുടെ കാലിക്കൽ വീണ് കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, രക്ഷിതാക്കൾ കേട്ടോളൂ. ആദ്യം അവൻ പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ എത്ര പൈസ വേണമെങ്കിൽ പറഞ്ഞോളി തരാം, എത്ര പൈസ വേണം സാറേ പറഞ്ഞോളി. അപ്പൊ ഞങ്ങൾ ചോദിച്ചാടാ, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാ, ഇത് വലിയ പൈസക്കാരനാണല്ലേ, എത്ര പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ? അല്ല സാറേ, കളിയാക്കല്ല സാറേ. അവന് മനസ്സിലായി ഇത് കളിയാക്കാണെന്ന്. കളിയാക്കല്ല സാറേ, ഈ കാര്യം നിങ്ങൾ എൻ്റെ അച്ഛനോടും അമ്മോടും പറയരുത്. എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഞാനത് ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞാൽ ആ നിമിഷം അവർ മരിച്ചു കളയും, ആത്മഹത്യ ചെയ്യും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇത്ര സ്നേഹമുണ്ടോ അച്ഛനോടും അമ്മോടും, പിന്നെ എന്തിനാ ഈ പണിക്ക് പോയേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, കേട്ടോളൂ. അവൻ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു. മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത ഇതാണ്, നമ്മൾ നമ്മുടെ മക്കളോട് പലപ്പോഴും പറയാറുണ്ട്, സിലബസിനകത്ത് മാത്രം നിൽക്കരുത്, ലൈബ്രറിയിൽ പോകണം, ബുക്സ് എടുക്കണം, വായിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഈ സ്ഥാപനത്തിൽ പോലും ഒരുപാട് ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട് അല്ലേ, ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ മക്കളെ നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന മക്കൾ പറ, നിങ്ങൾ സിലബസിനകത്തല്ലാതെ എത്ര പേര് ലൈബ്രറിയിൽ പോയിട്ട് മറ്റു പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ടോ? ഉണ്ട്. ഒരു കൈ പോലും പൊന്തുന്ന് കാണുന്നില്ലല്ലോ. അതെ, ഓക്കെ, സന്തോഷം, കുറച്ച് കൈകൾ പൊന്തുന്നുണ്ട്. ഓക്കെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, 100 മേനി വിളയും. വായിച്ചില്ലെങ്കിലോ വളയും. ഇതാരാ പറഞ്ഞേ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ 100 മേനി വിളയും. പക്ഷെ മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ചെറുപ്പക്കാരോടാണ് കേട്ടോ. അങ്കിളിന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വായിക്കാൻ. അത് മടിയായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല, അത് പറഞ്ഞേ പറ്റൂ. പക്ഷെ ആ മടിയായതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, വായിച്ച വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ ഞാൻ കണ്ട ഒരു ചെറിയ ഗുണം ഞാൻ പറയട്ടെ. ഞാൻ തിരൂർ JMHS എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു ക്ലാസ്സിന് പോയി. 1500ഓളം കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ പരിപാടിയാണ്. ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട തിരൂർ DYSP ബെന്നി സാറാണ് വന്നത്. ബെന്നി സാറ്. അപ്പോൾ സാറ് വന്ന് ഉദ്ഘാടനം നടത്തുകയാണ്. ഉദ്ഘാടന സമയത്ത് സാറ് സാന്ദർഭികമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പോലീസിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ പറയാണ്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, ദൈവമേ, 20 വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം. 20 വർഷമായപ്പോഴേക്കും അദ്ദേഹം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറഞ്ഞ വലിയൊരു പദവിയിൽ, അതായത് ജില്ലാ മേധാവിയുടെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ തൊട്ട് താഴെയുള്ള ആ പദവിയിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തോളത്ത് വെച്ചിരിക്കുമ്പോൾ ഞാനപ്പോൾ ഓർത്തത് എന്താണെന്നറിയോ? അന്ന് ഞാൻ 24 വർഷമായിട്ടുണ്ട് കേട്ടോ അന്ന് എൻ്റെ സർവീസ്. അപ്പോൾ ഞാൻ ഓർത്തത്, ദൈവമേ, 24 വർഷമായ ഞാൻ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതെ, ഇത് പടുത്ത് വന്നതാണ് കേട്ടോ, അതന്നില്ല, ഇപ്പടുത്ത് വന്ന. അപ്പോൾ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതെ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അതിന് ഉത്തരം എനിക്ക് അപ്പം തന്നെ കിട്ടി. കാരണം അദ്ദേഹം വായിക്കേണ്ട സമയത്ത് നന്നായി വായിച്ചു. ഞാൻ വായിക്കേണ്ട സമയത്ത് ഞങ്ങളുടെ വളാഞ്ചേരി കരേക്കാട് റോട്ടിൽ ഒരുപാട് പറങ്കിമാവ് ഉണ്ടായിരുന്നു, അതിന് എറിഞ്ഞും കണ്ട് നടന്നു. അതുകൊണ്ട് ഇപ്പൊ വായിക്കേണ്ടത് ഇപ്പൊ തന്നെ വായിക്കണം, നന്നായി വായിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്.
ഇവൻ്റെ പ്രത്യേകത, ഇവൻ നന്നായി വായിക്കുമായിരുന്നു, ക്ലാസ്സിൽ ഒന്നാമനാണ്. അങ്ങനെ ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞപ്പോൾ 99 സംതിങ് അത്ര മാർക്കോട് കൂടി, അത്ര ശതമാനം മാർക്കോട് കൂടി അവൻ +2 പാസ്സായി. ഏത് കോഴ്സിന് അപേക്ഷിച്ചാലും അവന് അഡ്മിഷൻ കിട്ടും. അവൻ പറഞ്ഞത് അതുപോലെ ഞാൻ പറയാണ്, സാറേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു ഫീച്ചറുണ്ട്, ലഹരിയെക്കുറിച്ച് വായിച്ചിട്ട് ആരെങ്കിലും ഇതിലുണ്ടോയെന്ന് അറിയില്ല. അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പേരൊക്കെ ഇതാണ്, സാങ്കല്പികം, അതിൽ എഴുതിയിട്ടുണ്ട് സാങ്കല്പികം. ഞാൻ പറഞ്ഞത്, അവൻ പറയാണ്, അവൻ രക്ഷിതാക്കളോട് പറഞ്ഞു എനിക്ക് ഈ കോഴ്സിന് ചേരണം. അവൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. കേട്ടോളൂ, നമ്മുടെ മക്കളുടെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് കോളേജ് തലത്തിലേക്ക് അവരെ കോഴ്സുകൾക്ക് വിടുമ്പോൾ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നമ്മൾക്ക് ആഗ്രഹമുള്ള നല്ല കോഴ്സുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി അവരതിലേക്ക് പറഞ്ഞയക്കാം. പക്ഷേ മക്കൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കണം എന്ന് വിചാരിച്ച് മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും പരിഗണിക്കണം എന്നല്ല ഞാൻ പറയണേ. അവരുടെ ആഗ്രഹങ്ങൾ കൂടി ഒന്ന് കണക്കിലെടുക്കണം. നല്ല കോഴ്സുകളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി കൺവിൻസ് ചെയ്യിച്ച് അവരെ കൂടി കൺവിൻസ് ചെയ്യിച്ച് ശരി എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആവാം. പക്ഷെ ഇവൻ പറഞ്ഞത്, ഇവൻ 100 വട്ടം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ കോഴ്സിന് ചേരണം. പക്ഷെ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് വേറൊരു കോഴ്സിന് ചേർത്തു. അവൻ പറയാണ്, ക്ലാസ്സിൽ പോയിരിക്കും, അധ്യാപകർ വരും, ക്ലാസ് എടുക്കും, ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അത് അവർക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റൂല. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ അവർ ക്ലാസ്സിലിരിക്കാൻ പറ്റൂല. ക്ലാസ്സിലിരിക്കും, അധ്യാപകർ പറയുന്നതൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. ഇവന്റെ മനസ്സ് കിടന്ന് തിളക്കിയാണ്, എനിക്കിത് പഠിക്കാൻ പറ്റൂല, എൻ്റെ ആഗ്രഹം ഇതല്ല. നമ്മുടെ വീട്ടിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും എന്നും വഴക്കാണ്, എന്നും കച്ചറയാണ്. ആ സാഹചര്യത്തിൽ നിന്ന് പോണ കുട്ടി അവിടെ ക്ലാസ്സിൽ പോയിരുന്നാൽ അവൻ ഒന്നും പഠിക്കാൻ അവന് പറ്റില്ല. അവൻ്റെ മനസ്സിലത് ഉണ്ടാവില്ല. കുടുംബം സ്വസ്ഥമായിരിക്കണം, കുടുംബ അന്തരീക്ഷം വളരെ സ്വസ്ഥമായിരിക്കണം, സ്വർഗമായിട്ട് അവർക്ക് തോന്നണം. എന്തായാലും ഇവ ക്ലാസ്സിലിരിക്കും, അതുപോലെ എണീറ്റ് പോരും, അധ്യാപകർ വരും, ക്ലാസ് എടുക്കും, ഒന്നും മനസ്സിലാവില്ല. ആദ്യത്തെ 6 മാസം കഴിഞ്ഞു, ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞു, അതിലവൻ തോറ്റു. അന്ന് രാത്രി അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കേട്ടോളൂ, അവൻ പറഞ്ഞത് അതുപോലെ പറയാണ്. ഒരു പരീക്ഷയിൽ തോറ്റതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യോ എന്ന് ചോദിച്ചാൽ എത്രയോ അനുഭവം നമ്മുടെ ചുറ്റിലുണ്ട്, അല്ലേ? ഇവൻ അന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകൾ വിടരുന്നു, മുഖത്തൊരു മാറ്റം, ഒരു ഊർജ്ജസ്വലത. അവൻ പറയാണ്, സാറേ ഞാൻ മരിച്ചില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% കടപ്പാടും എനിക്ക് എൻ്റെ കൂട്ടുകാരോടാണ് സാറേ, എൻ്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ. ഇത് കേൾക്കുന്ന നിങ്ങൾ കരുതും നല്ല കാര്യമാണ് ചെയ്തത്, ഇത്ര നല്ല കൂട്ടുകാരുണ്ടായത് കൊണ്ടല്ലേ ആ കുട്ടി രക്ഷപ്പെട്ടത്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ ഇതുകൂടി കേട്ടോളൂ, അവൻ പറഞ്ഞൊരു കാര്യം കൂടി ഇതുകൂടി കേട്ടോളൂ. സാറേ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷിച്ചേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ, അവരാണ് സാറേ എനിക്ക് ആദ്യമായിട്ട് തന്നെ ഈ സാധനം. ആര്? കൂട്ടുകാര്. നമ്മുടെ മക്കളെ കൂട്ടുകാർ വെറും കൂട്ടുകാരല്ല കേട്ടോ, ചങ്കാണ്. ഞങ്ങളവിടെ കഥ പറയാം, ചങ്ക് ബ്രോ. ഇപ്പൊ അതും മാറി, ഇപ്പൊ ബെസ്റ്റിയാണ്, ബെസ്റ്റി അല്ലേ? ബെസ്റ്റി ചെറുപ്പക്കാരില്ലേ, ഇപ്പൊ അതത്ര പുതിയ വാക്ക്. ചങ്ക് ബ്രോ മരിച്ചാലും കൂടെ നിൽക്കും, കട്ടയ്ക്ക് കൂടെ നിൽക്കും, അതാണ് ചങ്ക് ബ്രോ. കൂട്ടുകാർ വേണം, യാതൊരു സംശയമില്ല. നല്ല കൂട്ടുകാർ വേണം, നന്മ പറഞ്ഞു തരാൻ, നല്ലത് കാണിച്ചു തരാൻ കൂട്ടുകാർ വേണം. നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നു, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, ഓടിയെത്താൻ കൂട്ടുകാർ വേണം. നമ്മുടെ വീട്ടിലൊരു സന്തോഷം വന്നു, താത്തയുടെ കല്യാണമാണ്, ചേച്ചിയുടെ കല്യാണമാണ്, തലേ ദിവസം വരണം, സഹായിക്കണം, നല്ല കൂട്ടുകാർ വേണം. അല്ലാതെ മരിച്ചാലും കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ വെറുതെ കേട്ടോ. ആ ചെറുപ്പക്കാർ ആ മിടുക്കന്മാരെന്ന് ഇങ്ങോട്ട് നോക്കിക്കേ മക്കളെ, മിടുക്കന്മാരെ. നല്ല ചങ്കുകൾ പറഞ്ഞാൽ നല്ല ചങ്കൊക്കെ ഉണ്ട്, എല്ലാ ചങ്കും ചങ്കല്ല കേട്ടാ. ഒറ്റ കാര്യം പറയാം, ഈ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട് നിങ്ങൾ? കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ ഒരു ദിവസം ഒരു വിളി വന്നു. ആ പാലത്തിന്റെ അടിയിൽ 5 പിള്ളേർ വന്നിരിക്കുന്നുണ്ട്, 5 യൂണിഫോം ഇട്ട പിള്ളേർ, ഏതോ സ്കൂളിലത്തെ പിള്ളേരാണ്. ഒന്ന് പോയി നോക്കി, ഓലെന്തോ സിഗരറ്റ് എന്തോ വലിക്കുന്നുണ്ടെന്നൊരു വിവരം കിട്ടി. ഞങ്ങൾ ചെന്ന് ഒരു 10 മീറ്റർ ഇപ്പുറത്ത് എത്തിയപ്പോൾ ഓർക്ക് മനസ്സിലായി ഇത് പോലീസോ എക്സൈസോ എന്തോ ആണെന്ന്. ഓലെ എണീറ്റ് ഓടി. നല്ല ഓട്ടക്കാരാ, നിങ്ങളുടെ പ്രായമാണല്ലോ, നല്ല ഓട്ടക്കാരാ. ഓരോടി. എക്സൈസിലും നല്ല ഓട്ടക്കാരുണ്ട്. പിന്നാലെ ഞങ്ങളും ഓടി. 3 ആളെ കിട്ടി, 2 ആളെ കിട്ടിയില്ല. 3 ആളെ പിടിച്ച് ഞങ്ങൾക്ക് പോരുക.
ഇങ്ങോട്ട് വാ, ഇങ്ങനെ തോള് കയറ്റി പോരുകയാണ്. അപ്പൊ ഇങ്ങനെ പോരുമ്പോ കുറെ ഇപ്പുറത്ത് വന്നിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം 2 പേരെ കിട്ടിയില്ലല്ലോ. ആ 2 പേര് ഒരു 100 മീറ്റർ അപ്പുറത്ത് എത്തിയാലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 3 ചങ്കുകൾ ഞങ്ങളുടെ കയ്യിലാ. തിരിഞ്ഞു നോക്കിയില്ല. പിന്നൊരു പ്രതീക്ഷ ഉണ്ട്, മക്കൾ കേട്ടോ, പിന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഈ ഓടിയ കിതപ്പ് മാറിയിട്ട് എവിടെയെങ്കിലും സൈഡാവും. സൈഡായ ആ കിതപ്പ് മാറുമ്പോൾ ആദ്യം കിതപ്പ് മാറിയ ആൾ മറ്റവനോട് ചോദിക്കുകടാ, ആ പിടിച്ചുകൊണ്ടായത് പോലീസാണോ എക്സൈസാണോ? മറ്റവൻ പറയും, ഇജ്ജ് മുണ്ടാതെ പോയിക്ക, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കഴിച്ചില്ലായല്ലോ. അപ്പോൾ പറയാടാ, അങ്ങനെ പറയലടാ, നമ്മളെ ചങ്ങായിമാരല്ലേ, നമ്മൾ ഒന്നിച്ചല്ലേ ക്ലാസ് കട്ടിയത്, ഇജ്ജ് വേണേ പോയിക്കോ, ഞാനില്ല, ഇജ്ജ് വേണേ പോയിക്കോ, ഞാനില്ല കേട്ടോ. അങ്ങനെ പറയലടാ, നമ്മൾ അഞ്ചാളും കൂടി ഒന്നിച്ച് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഓലെ മാത്രം കൊണ്ടുപോകുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടു പോരുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ് പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കി ധൈര്യം സംഭരിച്ച് ഞങ്ങളുടെ ഓഫീസിന്റെ വന്നിട്ട് ആ വരാന്തയിലൂടെ നടക്കും. അപ്പൊ കാണുമ്പോ മോനെ മോനെ എന്തേ അപ്പൊ വന്നിട്ട് പറയും, സാറേ ഞങ്ങളെ ചങ്ങായിമാരാണ് സാർ അത്. നിങ്ങളെ ഓടിയ 2 ആൾക്കാർ. ഞങ്ങളെ സാറേ ക്ലാസ് കട്ട് ചെയ്തു. ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ളൂ? അല്ല സാറേ, ഒരു സിഗരറ്റ് വലിച്ചു. സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലേ? വേറെ ഒന്നും ചെയ്തില്ല സാറേ, ഒരു സിഗരറ്റ് വലിച്ചു. ഇനി മേലാ വലിക്കൂല സാറേ, സത്യമാണ്, ഒന്ന് വിടണം സാറേ എന്ന് പറഞ്ഞ് വരണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മക്കളെ മോശക്കാരാക്കണമെന്നോ അവരെ ഒന്നും ആക്കണം, ഞങ്ങൾക്ക് അവരെ നന്നാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 2.5 മണിക്കൂർ കഴിഞ്ഞു. ചങ്കുകൾ വിചാരിച്ചു നമ്മുടെ തടി രക്ഷപ്പെട്ടല്ലോ, അവര് പോയി ജയിലിൽ കിടക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇതാണ് ചങ്കുകൾ. 3 ആളെ വെച്ച് ബൈക്കിൽ ഇങ്ങനെ വരും. പോലീസും എക്സൈസും ഒക്കെ കൈ കാണിക്കുമ്പോൾ 3 ആളെ വെച്ചിട്ട് ഇങ്ങനെ പാഞ്ഞു വരും. എന്നിട്ട് കൈ ആട്ടിയ ചവിട്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട്. വണ്ടി നിന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഏറ്റവും പുറകിലിരിക്കണ ആ തള്ളിയിരിക്കുന്ന ആൾ ഒരു ഒറ്റ പൊന്തലെങ്ങനെ ഓൻ അങ്ങോട്ട് ഓടി, 2ാമത്തെ ആൾ ഇങ്ങോട്ട് ഓടി. ഈ ഓടിച്ചു വന്ന ആൾ അവിടെ ഓടല്ലടാ എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വിറച്ച് നിൽക്കും. എത്രയോ കാണുക ഞങ്ങള്. ഇതാണ് ചങ്കുകൾ. അവര് തടിയെടുത്തു, പക്ഷേ 3ാമത്തെ മണിക്കൂറിൽ വന്നു. അതാ രസം. 3ാമത്തെ മണിക്കൂറിൽ വന്നു, ചങ്കുകൾ വന്നു. ചങ്ക് പൊട്ടിയിട്ടാ വരണേ, കരഞ്ഞുകൊണ്ടാ വരണേ. ഓടിക്കത്തച്ച് ഞങ്ങളെ 3ാം നിലയിലുള്ള ഓഫീസിൽ വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ എൻ്റെ കുട്ടി എവിടെ, എൻ്റെ മോൻ എവിടെ, അവൻ എവിടുന്ന പിടിച്ചേ, എൻ്റെ കുട്ടി എന്താ ചെയ്ത്, എൻ്റെ കുട്ടി എന്ത് തെറ്റാ ചെയ്ത്, എനിക്ക് എൻ്റെ മോനെ കാണിച്ചതാ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വരാൻ അവരുടെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചങ്ക് പൊട്ടാനും കൂടെ നിൽക്കാനും എന്നും എപ്പോഴും നിങ്ങളുടെ ഈ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവൂ എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കും മക്കളെ. അതിനപ്പുറത്തുള്ള ഒരു ചങ്കുകളും ഈ ലോകത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ചങ്ക് നമ്മുടെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയാണ്. ഏതായാലും ഇവൻ പറയാണ്, കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ. രാത്രി ആ സമയത്ത് ആ ഹോസ്റ്റലിന്റെ 5ാം നിലയിൽ കയറി ഇവൻ ചാടുകയാണ്. ആ ചാടാൻ പോയ സമയത്ത് തൊട്ട് പുറകില് ഈ കൂട്ടുകാർ ചെന്നു, അവനെ പിടിച്ചു. ഞാനൊരു 15-20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. 15-20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. പിന്നെ പിന്നാലെ ചെന്ന് ഇവൻ ചാടാനുള്ള പരിപാടി കണ്ടപ്പോ കൂട്ടുകാർ പോയി പിടിച്ച ഓൻ പറഞ്ഞു, എന്നെ വിട്, എനിക്ക് മരിച്ചാൽ മതി, എന്നെ വിട്. അപ്പൊ കൂട്ടുകാർ ചോദിച്ചു, മരിക്കേ ആത്മഹത്യ ചെയ്യേ, അത് എന്തിട്ട് മറത്തണ്ട നീ പറയണേ? ദൈവം തന്ന ജീവിതം വെറുതെ അവസാനിപ്പിക്കാനുള്ളതാണോ? ആണോ? എൻജോയ് ചെയ്യണ്ടാ. എങ്ങനെ പറയാ കൂട്ടുകാര്? എൻജോയ് ചെയ്യണ്ടാ, അവസാനിപ്പിച്ച കഴിഞ്ഞില്ല, നീ ഇങ്ങോട്ട് വാടാ, നിന്റെ എല്ലാ ടെൻഷൻ ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാര്. ആദ്യമായിട്ട് അവന്റെ കയ്യിലേക്ക് ഈ സാധനം വെച്ചു കൊടുത്തപ്പോ ഓൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട, എൻ്റെ അമ്മ അറിഞ്ഞ. ഓ, നിന്റെ അമ്മ എവിടുന്ന് അറിയണടാ? നിന്റെ അമ്മയെന്ന് അറിയാൻ പോണില്ലടാ. ഇത് ആരും അറിയില്ലടാ. ഇതിന് കുഴപ്പമില്ലടാ, ഇത് മണമൊന്നുമില്ലടാ, ഇത് കുഴപ്പമുള്ള സാധനല്ലടാ, ഇതൊരു മരുന്നാടാ, നീ ഇങ്ങോട്ട് വേടാ. ആരാ പറയണേ? ചങ്ക്. ഇങ്ങനെയൊക്കെ ചങ്കുകൾ പറയും, ഇതൊരു കുഴപ്പമില്ലടാ, ഇതിന് മണമൊന്നുമില്ലടാ, ഇത് മരുന്നാടാ. നിന്റെ പ്രശ്നം എന്താ? ക്ലാസ്സിൽ പോയിരുന്നാൽ അധ്യാപകർ പറയണതൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ പ്രശ്നം എന്താ? ക്ലാസ്സിൽ പോയിരുന്നാൽ അധ്യാപകർ പറയണതൊന്നും മനസ്സിലാവണില്ല. ഇതിലെ പ്രശ്നം. ക്ലാസ്സിൽ പോണതിന്റെ 1 മണിക്കൂർ മുമ്പ് ഒരെണ്ണാണ് പിടയ്ക്ക്, എന്നിട്ട് അവിടെ പോയിരുന്നോ? ആരാ പറയണേ? കൂട്ടുകാർ പറയണേ. ക്ലാസ്സിൽ പോണതിന് 1 മണിക്കൂർ മുമ്പേ ഇതൊരെണ്ണം പിടിപ്പിക്ക്, അവിടെ പോയിരുന്നോ? പിന്നെ അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കൊന്നും വേണ്ട, ആ പറയണത് നിന്റെ ചെവിയിൽ വന്ന് തട്ടുമല്ലോ, തട്ടിയാൽ മതി. ആ തട്ടുന്നത് അതുപോലെ കയറി നമ്മുടെ തലച്ചോറിനകത്ത് അത് സേവ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. അതിന്റെ പ്രത്യേകത മരുന്നാണിത്. അത് ചില ടെക്നിക്കൽ വേർഷനൊക്കെ പറയും കേട്ടോ. ചിലപ്പോൾ റെക്ടിക്കുലർ ആക്ടിവേറ്റ് സിസ്റ്റം അതുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതിലാണ് വീഴും. ആര്? ചങ്കല്ലേ പറയണേ. ചിലവര് വീഴൂല, ഇവൻ വീണില്ല.
അവൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട, എന്നാലും വേണ്ട. വീണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടികളാണെങ്കിൽ അവസാനം ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിച്ചാൽ അതിൽ വീഴും ഒന്ന് ഉറപ്പാണ്. അത് നിങ്ങളെന്നല്ല, എന്നോട് നേർക്ക് നേരെ മുഖത്ത് നോക്കി ഒരാൾ ചോദിച്ചാലും നമ്മൾ ഒന്ന് ഇളകും. എന്താ ചോദ്യം എന്നറിയോ? അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നോടൊക്കെ എന്തിനാ പറയണേ, നീയൊക്കെ ആണാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു തരിപ്പ് കൂടുതൽ കയറും. അയ്യോ ഞാൻ ആണാണല്ലോ. ഈ ആണത്തെ തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ സാധനം ചുണ്ടിലേക്ക് വെക്കും. മക്കളെ കഴിഞ്ഞു, അത് വെച്ചാൽ കഴിഞ്ഞു. എന്തായാലും ഇവനെ ഞങ്ങൾ ഇറക്കി വിട്ടു. ഇവന്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് തലത്തിൽ നല്ല ഉദ്യോഗസ്ഥരാണ്. അവരുടെ വിവരം പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കാര്യം കേട്ടാൽ സൗമ്യമായിട്ട് നിങ്ങൾ കേൾക്കണം. പറയുന്നത് കേൾക്കുമ്പോഴേ നിങ്ങൾ അസ്വസ്ഥരായിട്ട് എന്തെങ്കിലും ചെയ്യരുത്. വളരെ ശാസ്ത്രീയമായിട്ട് അവനെ കൊണ്ടുപോയി ചികിത്സിച്ചു. തീവ്രമായി അടിമപ്പെട്ടിട്ടാണെങ്കിൽ പോലും അവൻ തിരിച്ചു വന്നു. അവൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. അതിന് മുകളിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഗൾഫിൽ മിനിമം 3 ലക്ഷം രൂപ ശമ്പളമാണ് അവന്. വലിയ ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ലീവിൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു 50 ലക്ഷം രൂപ വരുന്ന സ്കോഡയുടെ ഒരു കാറിൽ അവൻ പൊന്നാനിക്ക് വരികയാണ്. എന്നെയും സുനിൽ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, സുനിൽ സാറേയും ആ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ചമ്മറോട്ടം ജംഗ്ഷനിലെ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്. ഫേമസ് ബേക്കറി കൊണ്ടുപോയിട്ട് അവൻ പറയാ, സാറേ എന്തെങ്കിലും കഴിക്കൂ സാറേ, നിങ്ങൾ എന്നെ പിടിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായിട്ട് ഞാൻ ഇവിടെ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, ഒരാൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അവിടെ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി ഇതാണ്. അത്രയും തീവ്രമായി അടിമപ്പെട്ട് അവൻ തിരിച്ചു വന്നു. പക്ഷെ അങ്ങനെ തീവ്രമായി അടിമപ്പെട്ടാൽ തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. തിരിച്ചു വരാൻ പറ്റൂല. വളരെ ചുരുക്കം പേരെ ഞാൻ തിരിച്ചു വന്നിട്ടുള്ളൂ. വീണ്ടും പറയാം, തുടക്കം കുറിച്ചവരെ നമ്മൾ കണ്ടെത്തി ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരാം. അത് കൊണ്ടുവരണം. പക്ഷേ തീവ്രമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എത്രയോ 100 കണക്കിന് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയുന്ന ഒരാൾ തിരൂർ ഭാഗത്ത് ഒരാൾ മയക്കുമരുന്ന് അടിച്ച് അവസാനം മരിച്ചു കിടന്ന് അവസാനം പുഴു മൂക്കിലൂടെയും വായിലൂടെയൊക്കെ പുഴു വന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് മയക്കുമരുന്നിൻ്റെ അവസ്ഥ. അതിൽ ഏറ്റവും വലിയ തീവ്രത അറിയാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറയാം. വളാഞ്ചേരി വെച്ച് ഒരു 365 പൊതി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സംഭവം, എൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 365 പൊതി ഒരു മയക്കുമരുന്ന് പിടിച്ചു. എന്താ മയക്കുമരുന്ന് ഞാൻ പറയുന്നില്ല. ഒരു പൊതിയിൽ 1 ഗ്രാം പോലും തികയാത്ത ഒരു സാധനം. ആ 1 ഗ്രാം പോലും തികയാത്ത ആ സാധനത്തിന് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില എത്രയുണ്ടോ ഏകദേശം അത്രയും വിലയുള്ള ഒരു സാധനം അന്ന് പിടിച്ചു. ആള് പാവാണ്. പിടിക്കപ്പെട്ട ആള് വളരെ സാധുവാണ്. പക്ഷേ എപ്പോഴോ പ്രലോഭനത്തിൽപ്പെട്ട് വീട്ടിൽ അവൻ പറഞ്ഞ അനുഭവം ഞാൻ അതിലേക്ക് വരാം. അവൻ എപ്പോഴോ പ്രലോഭനത്തിൽപ്പെട്ട് അവൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ കുറച്ച് ദിവസം കൊടുത്തപ്പോൾ അവനത് അടിമപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പിന്നെ പൈസ ചോദിച്ചു. പൈസ ഇല്ലാതെ വന്നപ്പോൾ വീട്ടിൽ ഉമ്മ എടുത്തു വെച്ച പൈസ കട്ടെടുത്ത് അവൻ പോയി. പിന്നെ വീട്ടിലേക്ക് പോകാൻ വയ്യ, ആ പൈസയും തീർന്നു. പിന്നെ അവൻ എന്താ ചെയ്ത് അറിയോ? തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ഞങ്ങളുടെ വളാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കും. നല്ല തിരക്കുള്ള ബസ് വരുമ്പോൾ, രാവിലെ സമയത്തൊക്കെ തിരക്കുള്ള ബസ് വരില്ലേ, ആ സമയത്ത് ബസ്സിനകത്തേക്ക് മെല്ലെ കയറും. എന്നിട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർ എവിടെയെങ്കിലും വായിൽ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചാരി ഓന്ന് നിൽക്കും. ബസ്സൊന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മളൊന്ന് കൂടുതൽ വന്നിട്ടൊന്ന് മുട്ടും, ഒന്ന് ഇങ്ങോട്ട് മുട്ടും. ഈ ചാരി ഒരു തിരക്ക് സ്വയം സൃഷ്ടിക്കും. ഉള്ള തിരക്കിനിടയിൽ കുറച്ച് കൂടുതൽ തിരക്ക് അവൻ സൃഷ്ടിക്കും. എന്നിട്ട് ആ തിരക്കിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാഗോ നമ്മുടെ പോക്കറ്റോ കീറിയിട്ട് പേഴ്സ് അവൻ അടിച്ചുകൊണ്ട് പോവും. പോക്കറ്റടി പഠിച്ചു. എന്തിനു വേണ്ടിയിട്ട്? മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ബസ് കയറിയപ്പോൾ പേഴ്സൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല അങ്ങനെ കാണുന്നത്. 36 മൊബൈൽ ഫോണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, തോണ്ടി നിൽക്കുക. ഈ മാലാണ് പൊട്ടിച്ചാലോ എന്നൊരു തോന്നലോ. അവൻ പതുക്കെ നടന്നിട്ട് സ്ത്രീ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ആ ബാക്കിലെ കമ്പിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആൾക്കാരെ നോക്കി. 36 എന്തോ ഗെയിം എന്തോ ചെവിയിൽ മറ്റേതും കുത്തിയിട്ടുണ്ട്. അവിടെ ഒച്ചൊന്നും കേൾക്കണില്ല. ഈ ശബ്ദത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ശ്രദ്ധയിൽ ഇവൻ എല്ലാം ഇതുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ ഇവരറിഞ്ഞു. ഇവിടെ നിന്ന് വലിഞ്ഞപ്പോൾ അവരറിഞ്ഞു വലിയ നല്ല കട്ടിയുള്ള മാലയാണ്. നോക്കുമ്പോൾ ഒരാളെ കഴുത്തിൽ. ആ സ്ത്രീ ആർത്ത് കരഞ്ഞു. യാത്രക്കാർ കൂടി അവനെ പിടിച്ച് പഞ്ഞിക്കിട്ട് അവസാനം കോട്ടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. റിമാൻഡായി 5-8 മാസം കിടന്ന് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു എയ്ഡ് വെച്ചിട്ട് അവൻ ജാമ്യം കിട്ടി. അവൻ വന്നു. നേരെ വന്നത് ഈ മരുന്ന് വിൽക്കുന്ന ആളെടുത്താ. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, എടാ ലേസം സാധനം കാട്ടറാ. അവൻ ചോദിച്ചു, പൈസ എവിടെടാ? പൈസ എവിടെ? പൈസ ഇല്ലടാ.
പൈസ വേണടാ, പൈസ ഇല്ല എങ്ങനെ തരാ? എടാ പൈസ ഇല്ലടാ, ഞാൻ ജയിലിലായിരുന്നടാ, എനിക്കറിയില്ല, 8 മാസമായിട്ട് ഞാൻ ജയിലിലായിരുന്നു. എടാ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ കാട്ടറ. എടാ പൈസ കൊണ്ടടാ, ഇത് വിലപ്പിടിപ്പുള്ള സാധനമാണ്. എടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി കാട്ടറ പ്ലീസ്. എന്നാ വാ തരാം. 1 അല്ല 10 പാക്കറ്റ് തരാം, കൊണ്ടുപോയിക്കോ. 10 പാക്കറ്റ് കൊണ്ടുപോയിക്കോ. പക്ഷേ നീ എന്ത് ചെയ്യണം? പുതിയ കസ്റ്റമർ ഉണ്ടാക്കണം, പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കണം, കൊണ്ടുപോയി വിൽക്ക്. ആ പാക്കറ്റുമായി നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ മുന്നിലും വരും. പാക്കറ്റായിട്ടല്ല വരിക. നമ്മുടെ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയുണ്ട്. ഇന്നും ഞാൻ പോകുമ്പോൾ ആൺകുട്ടികൾ എങ്ങനെ പോകാൻ അറിയോ? അങ്ങോട്ട് പോകണ ഇങ്ങനെ പോകുമ്പോൾ നോട്ടം ഇങ്ങനെ കേട്ടാവും. ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ? എന്ത് ലിഫ്റ്റ് ഇല്ലേ? ലിഫ്റ്റ് പോണ എത്ര ആളുണ്ട് ഇതില്? സത്യം പറ. കുറെ ആളുണ്ട് ഇതിലുണ്ട്, എനിക്കറിയാം. ആരാണ് വരുന്നത് പോലും അറിയാതെ അവരോട് ലിഫ്റ്റ് ചോദിച്ചു പോണ ആൾക്കാർ. ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഈ ലോബിയിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം കയറും, പിറ്റേ ദിവസം കയറും, ഒരു മുഖപരിചയമായി, പിറ്റേ ദിവസം കൈ കാണിക്കും, കയറും, പിന്നെ കൈ കാണിക്കാതെ നിർത്തും. ഒരു ദിവസം പോകുമ്പോൾ ഒരു ബ്ലോക്ക് അവിടെ നിർത്തുമ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ ഈ ചങ്ങാതി ഒരു മിഠായി എടുത്തിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ആൾ കഴിക്കണു, ഒരു മിഠായി ബാക്കിൽ നമുക്ക് തരണു. അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട വേണ്ട ആക്ക അല്ലെ വേണ്ട അങ്കളെ എന്ന് പറയുമ്പോൾ മിഠായിടാ കഴിച്ചടാ, എനിക്ക് വേണ്ടങ്ങളെ, മിഠായി തിന്നാത്ത ആളായി, ഒരു മിഠായിടാ കഴിച്ചോ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ തോന്നുക എന്ന് വിചാരിച്ചിട്ടെങ്കിലും ആ മിഠായി വാങ്ങി കഴിക്കും. ആ മിഠായിലൂടെ ആയിരിക്കാം ആദ്യത്തെ ഡോസ് മയക്കുമരുന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് എത്തണേ. നാളെ ആ മിഠായി അന്വേഷിച്ച് അവൻ ചെല്ലും. ആ ബൈക്കാരൻ വരണവൻ കാത്തു നിൽക്കും. ആ ബൈക്കാരൻ പറയാണ്, നാളെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന്, ഉപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 ഉറുപ്പിക എടുത്തിന് പോരെ, ഈ മിഠായിക്ക് 100 ഉറുപ്പിയാണ് എന്ന് പറയുമ്പോൾ നാളെ 100 രൂപ അവൻ കട്ടെടുത്ത് കൊണ്ടെടുക്കാൻ അവൻ നിർബന്ധിതനാവും. നമ്മളറിയാത്ത ഒരാളുടെ കൂടെയും കയറിപ്പോവരുത്. അവൻ തരുന്ന ഒരു സാധനവും വാങ്ങിക്കഴിക്കരുത്. ഏതായാലും ചുരുക്കി പറയാം, ഇവൻ വിൽപ്പന തുടങ്ങി, വലിയ വിൽപ്പനക്കാരനായി. അവസാനം ഞങ്ങൾ പിടിച്ചു, ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു. ഉച്ച സമയത്താണ് അവനെ പിടിച്ചേ. ചെറുപ്പക്കാർ, 22 വയസ്സേ ഉള്ളൂ. ആ ലോക്കപ്പിൽ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുക. ചോറ് കൊടുത്തു, 2 പിടി വാരി തിന്നു. ഞങ്ങൾ പറയും ഭക്ഷണം കഴിക്കടാ. വേണ്ട സാറേ, ഭക്ഷണമൊന്നും വേണ്ട സാറേ. പാവം സാധു, എപ്പോഴോ പെട്ടുപോയി, അത്രയേ ഉള്ളൂ. അവനൊരു മോശക്കാരനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പെട്ടുപോയതാ. സന്ധ്യ, പിന്നെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞു, 4 മണിയായി, വൈകുന്നേരമായി, സന്ധ്യ സമയം ഒരു 5:30 മണിയൊക്കെ ആയ സമയത്ത് ഈ സാധു എന്ന് പറഞ്ഞ അവൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറി. അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ലോക്കപ്പിൻ്റെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ വന്നു നിന്നു. സാധാരണ ഈ ലോക്കപ്പിനകത്ത് ഒരാളെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, വെള്ളമൊക്കെ വേണമെങ്കിൽ കൊടുക്കും, ആ വെള്ളം വേണമെങ്കിൽ ചോദിക്കുക, കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവൻ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അവൻ ആ ലോക്കപ്പിൻ്റെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇങ്ങനെ സാറേ. ഇതിൽ കുറേ ആൾ ഞെട്ടിയെന്ന് എനിക്കറിയാം. ഇതേപോലെ ഞങ്ങളും ഞെട്ടി. നേരെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആകെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ മുഖത്ത് അവൻ കണ്ണെടുത്തു. മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു, സാറേ ലേശം സാധനം താ, കുറച്ച് സാധനം പ്ലീസ്, കുറച്ച് സാധനം വേഗം താ, എനിക്ക് ലേശം സാധനം വേണം. ഞങ്ങൾ പറയും, പോയി കിടക്കണ, അവിടെ പോയി കിടക്കട, എക്സൈസ് ഓഫീസിലാണ് സാധനം, പോയി കിടക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞങ്ങളെ ചൂണ്ടുകയാണ്. ആ ചൂണ്ടലിൽ അവനെല്ലാം ഒന്നും പറയുന്നില്ല. ആ പറയാനുള്ളതൊക്കെ ആ ചൂണ്ടലിൽ ഇങ്ങനെ ചൂണ്ടിട്ട് കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെ ചൂണ്ടി അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, അവിടുന്ന് ചാടി എണീറ്റ് അവൻ ആ ലോക്കപ്പിൻ്റെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ആ വാതിൻ്റെ അഴിയിൽ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ക്രോസിൽ പട്ട കൊടുത്തിട്ട്, ഇരുമ്പിൻ്റെ പട്ട ഇങ്ങനെ ക്രോസിൽ കൊടുത്തിട്ടുണ്ട്. ആ പട്ടയിൽ നെറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റി വെച്ച് അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടിക്കുകയാണ്. അടിച്ചടിച്ച് നെറ്റി പിളർന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും മുഖം മുഴുവൻ രക്തം. ആകണ്ട് ഷാർപ്പ് അടിച്ചണ്ട് കയറി പോയിട്ട് ഇവിടെ പിളർന്നു പോയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് കയറാൻ താക്കോല് തുറക്കുമ്പോഴേക്കും 1 മണിക്കൂർ പോലെ നമുക്ക് സമയം തോന്നുക, 1 സെക്കൻഡ് 1 മണിക്കൂർ പോലെ തോന്നുക. അപ്പോഴേക്കും അവൻ പിടിവിട്ട് ചുമരിലടിച്ചു, ശരീരം മൊത്തം മാന്തി പൊളിക്കുന്നു. നേരെ കയ്യും കാലും ലോക്ക് ചെയ്ത് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന പാടെ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു, മയങ്ങി, ഇവിടെ ക്ലീൻ ചെയ്തു, സ്റ്റിച്ച് ചെയ്തു, തുന്നി ഡ്രസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്ത് ചെയ്യാം. ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോക്കോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ ചോദിച്ചു, സാറേ വലിയ ഭ്രാന്താണ് ഇവൻ കാണിച്ചേ,
ഒരുപാട് ഭ്രാന്ത് ഞങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഇത്ര ശക്തമായ ഭ്രാന്ത് ആദ്യമായിട്ട് കാണുകയാണ്. നാളെ വടകര കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ മുന്നിൽ ഇവനെ കൊണ്ടുപോയി നിർത്തണം. അവിടെ ഹാൻഡ് കഫ്റ്റ് നിർത്താൻ, കയ്യിൽ വിലങ്ങിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവിടെ നിന്നാണോ ഈ ഭ്രാന്ത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലും അക്രമം കാണിച്ചാലോ, കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ മുഖത്തേക്ക് അങ്ങനെ വലിച്ചെറിയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ പണി പോവും. ഞങ്ങൾ എന്ത് ചെയ്യും സർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, മിനിമം 24 മണിക്കൂർ നേരത്തിനെങ്കിലും ഇനി അവൻ ഒരു ഭ്രാന്തും കാണിക്കില്ല. ഇതുവരെ കാണിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ച സമയത്തെ ഭ്രാന്തല്ല. കേട്ടോളൂ, നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഖിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അവസാനം കുറേശ്ശെ കൂട്ടി ക്വാണ്ടിറ്റി കൂട്ടി വരേണ്ടി വരും. അവസാനം കിട്ടാതെ വരുമ്പോൾ ഭ്രാന്ത് വരും. ആ റിവാർഡ് സെൻറ്റർ ചോദിക്കും, എനിക്ക് വേണം എന്ന് പറയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഭ്രാന്ത് വരും. എന്തും ചെയ്യും. ചിലപ്പോൾ ബ്ലേഡ് എടുക്കും, കുപ്പിച്ചില്ലെടുക്കും, സ്വന്തം ബ്ലേഡ് എടുക്കും. ബ്ലേഡൊക്കെ എടുത്തിട്ട് സ്വന്തം ഇറച്ചി മുറിക്കും, സ്വന്തം ശരീരം ചിരിച്ചുകൊണ്ട് മുറിക്കും. ആ ചോര കുടിച്ചു നോക്കും. ഇത് ലഹരി മരുന്ന് ഉപയോഗിച്ച് ശീലിച്ചൊരു വ്യക്തി ആ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ, ഒന്നുകൂടി കേട്ടോളൂ, വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാനിത് പറയുന്നത്. ഏത് ലഹരി മരുന്നാവട്ടെ, ഇപ്പോൾ ബീഡി സിഗരറ്റൊക്കെ ആണെങ്കിൽ അത് ലഹരി തന്നെയാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഭ്രാന്തൊന്നും വരില്ല. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. കാരണം അതൊരു, ഞാൻ പറയുന്നത് അത് ശീലിച്ചവർക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. മാറ്റണം എന്ന് വിനയപൂർവ്വം ഞാൻ പറയും. പക്ഷെ അത് മാറ്റാൻ പറ്റാത്തവർ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മൾ വലിക്കേണ്ട സമയത്തൊന്ന് വലിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും, ഒരു ബുദ്ധിമുട്ടൊക്കെ വരും എന്ന്, എന്തോ ഒരു പോരായ്മ. മദ്യപിക്കുന്നവരാണെങ്കിൽ കയ്യും കാലം വിറയ്ക്കും, എണീറ്റ് നിൽക്കാൻ പറ്റൂല. അതിനും മുകളിലുള്ള ചില സാധനമുണ്ട്, അത് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഭ്രാന്ത് വരും.